അങ്ങനെ നല്ല സമയം എന്നൊരു പടം ഇന്ന് റിലീസായിരിക്കുകയാണ്. ഒമറാണ് ഈ സിനിമയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ നായകനായി എത്തിയിട്ടുള്ളത് ഇർഷാദാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഏരീസ് പ്ലസ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ റിവ്യൂ നമുക്ക് കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ ചില ഡബിൾ മീനിങ് കോമഡി ഒക്കെ ഉണ്ടാവൂല്ലേ. ഒമറിന്റെ പടം ഓക്കെ. എന്നാലും ഫിലിം അത്യാവശ്യം നല്ല ഇതായിരുന്നു. ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. കഥയൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ജസ്റ്റ് ഒരു ഫൺ അങ്ങനെ കണ്ടോണ്ടിരിക്കും അത്ര തന്നെ. സ്റ്റോറി ഭയങ്കരമായിട്ട് സ്റ്റോറി അങ്ങനെ ഇല്ല, എന്നാലും കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. ആക്ടേഴ്സിന്റെ അഭിനയം കൊള്ളയൊക്കെ ചെയ്യാം. എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. നല്ലതാ. അല്ല, എല്ലാവരും അവരുടെ റോള് നല്ലോണം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എന്നാലും കോമഡി പുള്ളിയുടെ പടം എല്ലാം ഒരേ രീതിയിലാണ് വരുന്നത്. പക്ഷെ പടം നല്ല എന്റർടൈൻമെന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഒരു വട്ടം കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. പ്രേക്ഷകരെ പിടിച്ചിരുത്താം, കോമഡി അങ്ങനെ കണ്ട് ഇരിക്കാം. പറഞ്ഞല്ലേ, ജസ്റ്റ് നമുക്ക് ഫാമിലി ആയിട്ട് കാണാം. ചില കോമഡി മീനിങ് ഡബിൾ മീനിങ് വരുമ്പോഴത്തേക്കുള്ള ഇതേ ഉള്ളൂ. ചങ്സ് പടമൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ഇതുണ്ടാവും. അത്രേ ഉള്ളൂ. വേറെ കണ്ടോണ്ടിരിക്കാം. ഫുൾ എന്റർടൈൻമെന്റ്. പടം ബോറിംഗ് ഒന്നുമില്ല, കണ്ടോണ്ടിരിക്കാം. ലാഗൊന്നുമില്ല, ഒട്ടും ലാഗൊന്നുമില്ല. ഇല്ല. പാട്ടുകൾ അങ്ങനെ പാട്ടായിട്ടില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമാണ്. നമുക്ക് പടം ആ മ്യൂസിക് ആകുമ്പോൾ നമുക്ക് ഒട്ടും ബോറിംഗ് ഒന്നും തോന്നത്തില്ല. നല്ലൊരു എഫക്റ്റ് തോന്നുന്നുണ്ട്. കണ്ടിരിക്കാൻ രസമുണ്ട്. എന്താ കഥയൊന്നും ഒരു പിടിയൂലല്ലേ. കഥയില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. പാട്ട് കൊള്ളാം. ആ ഒരു ഇതല്ല അല്ല, കൊള്ളൂല. കൊള്ളത്തില്ല.